السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അൽ മുബർക്കസ് വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇജ്തിമാ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യന്മാരായ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നവനാണ്. എന്നാൽ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നാം എന്താണ് പറയുക? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആരെക്കൊണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഒരു വലിയ അനുഗ്രഹം കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വലിയ പണ്ഡിതനാകും, അവനെ വലിയ ഇൽമുള്ളവനാകും എന്നാണ് അർത്ഥം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അത് ഇൽമാണ്, അത് പണ്ഡിതനാവുക എന്നുള്ളതാണ്, ഇൽമുള്ളവനാവുക എന്നുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നാം പഠിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതിനെ പറ്റി പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ,
എന്നെ നിയോഗിച്ചത് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയാണ്, മുഅല്ലിമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് അയച്ചത് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാകുന്ന ഇസ്ലാം ഉണ്ടല്ലോ, ഈ ഇസ്ലാമിന്റെ ദീനിന്റെ ഈ ഇസ്ലാമിന്റെ ചട്ടങ്ങളെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് അയച്ചിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൽമിന്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ പഠിപ്പിക്കാൻ അയച്ചതെങ്കിൽ ആ ഇൽമിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് വേറെ എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആ ഇൽമിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് വേറെ തേടാൻ പോവേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഇൽമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹദീസുകളും ഒരുപാട് ഖുർആന്റെ അധ്യാപനങ്ങളുമുണ്ട്. എത്ര പറഞ്ഞാലും അത് തീരുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി. ബഹുമാനപ്പെട്ട ലോകം അടക്കി ഭരിച്ച ഭരണാധികാരൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 3 കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇതിൽ ഇഷ്ടമുള്ള കാര്യം തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അധികാരം കൊടുത്തു നോക്കി. അതാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്, മാത്രമല്ല വലിയ ബുദ്ധിശാലിയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം, ഞാൻ അധികാരത്തെ തിരഞ്ഞെടുത്താൽ അത് എന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി വസ്സലാമിന് ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം. അങ്ങനെ അതാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അധികാരത്തെ തട്ടിമാറ്റുകയാണ്. രണ്ടാമത്തെ സമ്പത്ത് കൊടുത്തു നോക്കി. വീണ്ടും അതാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം, സമ്പത്ത് കൊണ്ട് ഞാൻ ഈ ദുനിയാവിൽ മാത്രമേ ഉപകാരമുള്ളൂ, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിലേക്ക് സമ്പത്ത് വരൂല. അതുകൊണ്ട് അതാ സമ്പത്തും അങ്ങ് മാറ്റിവെക്കുകയാണ്. മൂന്നാമതായി ഇൽമു കൊടുത്തു നോക്കുകയാണ്. അതാ ഈ ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള ഇൽമിനെ തിരഞ്ഞെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഇൽമ്, ആ ഇൽമിനെ തിരഞ്ഞെടുത്താൽ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുണ്ടാകുമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കിക്കൊണ്ട് ഇൽമിനെ തിരഞ്ഞെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമിനെ തെരഞ്ഞെടുത്ത കാരണമായിട്ട് സമ്പത്തും ഭരണവും അത് അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൽമിന്റെ മഹത്വം എന്താണ്. ആരെങ്കിലും ഇൽമിനെ തിരഞ്ഞെടുത്താൽ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഇൽമിനെ തിരഞ്ഞെടുത്താൽ അവന് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയുകയാണ്, ഓ നബിയെ, ആയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനതാ ഈ 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെടും. ആ മനുഷ്യനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ ഇന്ന് ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ ലോകത്ത് വിട പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങൾ ആ മനുഷ്യനോട് ഇത് പോയി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പറയണോ നബിയെ? അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് നബിയെ, തങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓ ചെറുപ്പക്കാരാ, നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ ഈ ലോകത്തോട് ഇവിടെ പറയാൻ പോവുകയാണ്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാ, നബിയെ, ഞാൻ ഈ ലോകത്തോട് 1 മണിക്കൂറിൽ മരണപ്പെടുകയെങ്കിൽ എനിക്ക് അഫ്ളലുൽ അഅമാൽ, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അമൽ എന്താണ് പറഞ്ഞു തരൂ, എനിക്കത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, നീ നിസ്കരിക്കണം മോനെ എന്നല്ല, നീ നിന്റെ സമ്പത്തുകൾ എടുത്ത് സദഖ ചെയ്യണം എന്നല്ല, നീ നിന്റെ ഉമ്മയെ പോയി പൊരുത്തം വാങ്ങണമെന്നല്ല, നീ നിന്റെ മാതാപിതാക്കൾ ഖിദ്മത്ത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് നീ പോയി ഇൽമിന്റെ സദസ്സിലിരിക്കൂ.
ഇൽമിന്റെ സദസ്സിലിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത് തന്നെയാണ് അഫ്ളലുൽ അഅമാൽ, അമലുകളിൽ വെച്ച് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അമല് അത് ഇൽമ് പറയുന്ന സദസ്സിലിരിക്കലാണ്. അങ്ങനെ അതാ ചെറുപ്പക്കാരൻ ഓടിപ്പോയി മദീന പള്ളിയിലേക്ക് പോവുകയാണ്. അവിടെ അതാ സഹാബാക്കൾ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്, ആ ഇൽമിന്റെ സദസ്സിലിരുന്നു കൊണ്ട് ആ മനുഷ്യൻ മരണപ്പെടുകയാ. മുഅ്മിനീങ്ങളെ, ഇത്രയ്ക്കും പവിത്രമായ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാമാകുന്ന മുതഅല്ലിമീങ്ങൾ, ഈ മുതഅല്ലിമീങ്ങളാവുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.